വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മളിൽ പലരും ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. ജോലി ചെയ്തുകൊണ്ടും പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലരും അത് പകുതി വെച്ച് നിർത്തി ഇനി പഠിക്കണില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി തിരിഞ്ഞു പോവുകയും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ജോലി കിട്ടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പഠിക്കുന്നതിൽ പലരും മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ മാത്രം ജോലി തങ്ങി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യത്തിനുള്ള മറുപടിയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്തുകൊണ്ട് മാറിപ്പോകുന്നു? അപ്പൊ കുറച്ച് ടീച്ചർ കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ ഭംഗിയായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിൽ എത്താനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ PSC പഠിക്കുക? ഒട്ടുമുക്കാൽ ഭാഗം ആൾക്കാരും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യണത് ഒരു ഡിഗ്രി കഴിയുമ്പോൾ, ചില കുട്ടികളാണെങ്കിൽ +2 കഴിയണ സമയത്ത് തന്നെ പഠിച്ചു തുടങ്ങും. അപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി PG ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കൊരു ഗവൺമെന്റ് ജോലി മതി എന്ന് പറഞ്ഞ് ആ മേഖലയിലേക്ക് തിരിയുന്ന കുട്ടികളുണ്ട്. ഇനി ചില കാറ്റഗറിയിലുള്ള, അപ്പൊ അവർക്ക് എന്താണ്, ഡിഗ്രി കഴിഞ്ഞവർക്ക് അവർക്ക് വേറെ സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. അപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എങ്ങനെയാണെങ്കിൽ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്, അവർക്ക് ജോലിക്ക് പോവാതെ നിവൃത്തിയില്ല. അപ്പൊ അവർ ഡിഗ്രിയോ PG ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കൊക്കെ പോയി അത് അങ്ങനെ പഠിക്കുന്നവരുണ്ട്. ചിലരെങ്ങനെയാണ്, അതായത് നന്നായി പഠിച്ചവരൊക്കെയാണ്, പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് പഠിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയും അതിനുശേഷം മക്കളൊക്കെ ആയി, മക്കൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവർക്ക് പഠിക്കണം തോന്നി പഠിക്കുന്ന, അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. അപ്പോ നിങ്ങള് ഈ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി ലക്ഷ്യം വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്വയം ഉറപ്പിക്കുക, ഞാൻ അത് നേടും എന്നുള്ളത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം മക്കളെ, എന്നാലാണ് നമുക്കത് നേടാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിനാ പോണേ, ബസ് സ്റ്റോപ്പിൽ നിന്നു, അപ്പൊ ഒരു ചേച്ചി ചോദിച്ചു, എവിടേക്കാ പോണേ? PSC പഠിക്കാനാ പോണേ. ഇതൊക്കെ പോയിട്ട് കാര്യം ഉണ്ടാവോ? കിട്ടുമോ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു കരട് വീണു. മനസ്സിലാവുണ്ടോ? ചോദിക്കുന്ന വഴിക്ക് തന്നെ എനിക്ക് കിട്ടും, ഞാൻ ഏകദേശം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ വക്കീലെത്തി എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, അതായത് PSCക്കാ പോണേന്നുള്ളത് പറയാതെ നിങ്ങൾ പോയി പഠിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം. മനസ്സിലാവോ? അത്തരം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ട് നേടോ നേടില്ല എന്നുള്ള രണ്ട് വഞ്ചിയിലും കാലിട്ടിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോണേച്ചാൽ തന്നെ നിങ്ങൾ പഠിക്കാൻ പോണ്ട എന്ന് തന്നെയാ പറയാ. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു 24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ജോലി നേടിയിരിക്കണം. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രൈവറ്റ് ജോലി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞാൻ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോസ്റ്റിൽ ഇരിക്കണം, അത് സ്വപ്നം കണ്ടുകൊണ്ട് പോകണം. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണത്, കുട്ടികളെയൊക്കെ വിട്ടിട്ട് പഠിക്കാൻ പോണ അമ്മമാരാണെങ്കിൽ ഇത്രയും നാളും എന്റെ ടൈം ഞാൻ വെറുതെ സ്പെൻഡ് ചെയ്ത് കളഞ്ഞു അല്ലെ, ഇനി എനിക്ക് സമയം കളയാല്ലേ, എത്രയും പെട്ടെന്ന് ഞാൻ ജോലിക്കാരിയാവുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. ആദ്യത്തെ കാര്യം. രണ്ടാമത്, പഠനത്തിൽ നമ്മൾ ഇറങ്ങി നമ്മൾ ലക്ഷ്യം വെക്കണം. അപ്പൊ നമ്മൾ ചെല്ലും, ഓഫ്ലൈൻ കോഴ്സിനോ ഓൺലൈനോ എവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, അതായത് ഇനി അടുത്തത് വരാൻ പോണത് ഇന്ന പരീക്ഷയാണ്. അപ്പൊ ആ പരീക്ഷ ലക്ഷ്യം വെച്ചായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ആ പരീക്ഷയ്ക്ക് എന്ത് സിലബസ് ആണോ വേണ്ടേ, ഏതൊക്കെ ടോപ്പിക്സുകളാണോ നമ്മൾ കവർ ചെയ്യേണ്ടേ, അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു പരീക്ഷയെ മുൻനിർത്തി സിലബസുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠനം ഭംഗിയായിട്ട് നമ്മൾ നടത്താം. ഏത് മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെത്തേഡ് ഓഫ് സ്റ്റഡി ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഓൺലൈനോ ഓഫ്ലൈനോ വീട്ടിലിരുന്നിട്ടുള്ള പഠനമോ എങ്ങനെയാണെങ്കിലും ഏതാണ് എക്സാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠനം നടത്താൻ. ഇനി മൂന്നാമത്, അപ്പൊ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠനം നടത്തുക കേട്ടോ, LGSന് വേണ്ടിയാ പഠനം നടത്തി. LGSന് വേണ്ടി നന്നായി നമ്മൾ സിലബസ് ഒക്കെ മനസ്സിലാക്കി രാവും പകലും ഇരുന്ന് പഠിച്ചു, ഗംഭീരായിട്ട് പഠിച്ച് പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് കുഴപ്പമില്ല, 2-3 കാറ്റഗറിയിലെ ആൾക്കാരുണ്ട്. ഒന്ന് കുഴപ്പമില്ല, അങ്ങനെയുള്ള ആൾക്കാര് പരീക്ഷ വലിയ കുഴപ്പമില്ല, റാങ്ക് ലിസ്റ്റിൽ എത്തും എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്തു? പരീക്ഷ കഴിഞ്ഞല്ലോ, പഠനം അവിടെ നിർത്തി. ഇനി അടുത്ത കാറ്റഗറിയിലുള്ള ആൾക്കാര് എങ്ങനെയാണ്? നെക്സ്റ്റ് കാറ്റഗറിയിൽ, പരീക്ഷ വളരെ മോശമായിരുന്നു, ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇത് എനിക്കൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറിയിലെ ആൾക്കാർ, പരീക്ഷ കഴിഞ്ഞു പക്ഷെ എനിക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ വീട്ടിലുള്ളവർ പറയാണ് ഇപ്പൊ തന്നെ നീ ആദ്യത്തെ നീ തോറ്റു, നടക്കുവോ, മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3
കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു പരീക്ഷ കഴിഞ്ഞു, നമ്മൾ ആദ്യം തന്നെയാണ് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. നിർത്തരുത്. ഇന്ന് LGS എക്സാം കഴിഞ്ഞു, ഇന്ന് നിങ്ങൾ ഉറങ്ങിക്കോളോ, നാളെ തൊട്ട് നിങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങുക. അടുത്ത എക്സാം ഏതാണെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ആൾക്കാരോടോ നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ സിലബസ് അനുസരിച്ച് ആ പഠനം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വേണ്ടത്. അങ്ങനെ ആ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം LGS എഴുതി അടുത്ത LDCയിലേക്ക് പോവാം, അല്ലെങ്കിൽ +2 കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾ പിന്നെ വരുണ്ടാവും, അതിന്റെ പഠനം നടത്തുക. അങ്ങനെ ശരിയായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ കാഴ്ചവെക്കുകയും നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള നല്ല റാങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്യുക, ജോലി കിട്ടുക. അതുവരെ നമ്മൾ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എത്ര വർഷങ്ങൾ പഠിക്കണം? വേണ്ട, ഇനി പരീക്ഷകളുടെ കാലാണ്. LGS കഴിയും, പിന്നെ LDC വരും, അങ്ങനെ അടുത്തടുത്ത പരീക്ഷകൾ വരികയാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് കുറെ വർഷങ്ങൾ എടുക്കേണ്ടി വരും? ഒരു LGS കഴിഞ്ഞു, ഓ ഇത് കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്ത LDC ഒന്നും കിട്ടാൻ പോകില്ല, അവിടെ ഇരുന്നു. ഈ LDC കഴിഞ്ഞ അടുത്ത LDC ആകുമ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ ആലോചിക്കുക എന്നാ ഇനി പഠിച്ചു തുടങ്ങിയാലോ. അപ്പൊ നിങ്ങൾ LKG സ്റ്റുഡന്റിന്റെ പോലെ പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ആദ്യം നമ്മൾ ഒരു 1-2 വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മക്കളെ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, LGS കഴിഞ്ഞ് നമ്മൾ LDCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ? കൺസിസ്റ്റന്റ് ആയിട്ട് സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം ആദ്യത്തെ LGSന് പഠിച്ച പോലെ തന്നെ നിങ്ങൾ എന്താ പഠനം തുടരുക, അതോടൊപ്പം തന്നെ റിവിഷൻ. കാരണം LDC ആകുമ്പോൾ കുറച്ചും കൂടി ലെവൽ കൂടി, അപ്പൊ LGSന്റെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പൊടി തട്ടി എടുക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യുക, അങ്ങനെ 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 എന്താണ് ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു, ആ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്താണ് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവാനും ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു എക്സാമുകൾ അടക്കം നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജോലികൾ നമ്മളെ തേടിയെത്താൻ അത് സാധിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ജോലിയിൽ നേടും. പിന്നെ ലാസ്റ്റ് ടീച്ചർക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പൂർണ്ണമായിട്ടും നിങ്ങൾ അവഗണിക്കുക എന്നുള്ളതാണ്. എവിടെ നിന്നാണോ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നത് അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, അവരെ വിട്ടുകളയാ. നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ നെഗറ്റീവ് കേട്ടാൽ പിന്നെ അത്തരക്കാരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ അവോയ്ഡ് ചെയ്താണ്ടുള്ള നമുക്കുള്ള ഗുണം എന്താ? അവർ പറയുന്നത് കേട്ട് വിഷമിച്ച് ആലോചിച്ച് നമ്മുടെ സമയം കളയുന്ന നേരം 10 കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ 2 മാത്സോ 4 ഇംഗ്ലീഷോ പഠിച്ചാൽ അത്രയും മാർക്ക് നമുക്ക് കയ്യിൽ കിട്ടും എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ ഭംഗിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലിസ്റ്റിൽ എത്തും മക്കളെ, അതിൽ യാതൊരു സംശയമില്ല. ആദ്യം തന്നെ നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം നമുക്ക് ജോലി കിട്ടും എന്നുള്ളത്. മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ താക്കോലിരിക്കണം, നമ്മുടെ കയ്യിലാണ് നമ്മൾ താക്കോലിരിക്കണം. എപ്പോഴാണ് പൂട്ടണ്ടേ, എപ്പോഴാണ് തുറക്കണ്ടേ എന്ന് ആരാ തീരുമാനിക്കണേ? നമ്മളാ തീരുമാനിക്കണേ. നമ്മുടെ പഠന സമയവും ഒക്കെ നമ്മൾ തീരുമാനിച്ച് നല്ല ഭംഗിയായിട്ട് സിലബസ് മനസ്സിലാക്കി കൺസിസ്റ്റന്റ് ആയി പഠിച്ച് റിവിഷൻ ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനാലിസിസ് നടത്തി അങ്ങനെ നിങ്ങൾ ഭംഗിയായിട്ട് എന്താ പറയാ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പോകും. അപ്പൊ അത് വിചാരിച്ച ടീച്ചർ ഒറ്റ ദിവസം പോലും പഠിക്കാണ്ടിരിക്കരുത്. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ, ഒരു ദിവസം നമുക്ക് വയ്യായി ഉണ്ടാവും, അന്ന് നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, അടുത്ത ദിവസം അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ കൂടുതൽ പഠിക്കുക, അങ്ങനെ ചെയ്യുക. അപ്പൊ നമ്മുടെ പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാണ്ട് കിടന്നുറങ്ങാം. പരീക്ഷയ്ക്ക് നല്ല കൂളായി പരീക്ഷയ്ക്ക് പോയി സമാധാനത്തോടുകൂടി പരീക്ഷ എഴുതി തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പൊ ടീച്ചറെ ഫോളോ ചെയ്യുന്നവരും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടാനും നല്ല ജോലി കിട്ടാനും ടീച്ചറുടെ ഉപദേശം എന്താ പറയാ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ടീച്ചറുടെ ഇത്തരം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.